എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പപ്പടത്തോരൻ ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ എങ്ങനെ നമുക്ക് പപ്പടത്തോരൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് 2 സവോള കൊച്ചായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ കുറച്ച് തേങ്ങയും അതിലേക്ക് 2 വെളുത്തുള്ളിയും ഒരു 5-6 കാന്താരി മുളകും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ചതച്ചെടുത്തതിന് ശേഷം ദാണ്ട് ഒരു 7-8 പപ്പടം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊള്ളിച്ചെടുക്കുകയാണ്. ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ ഈ പപ്പടം ഒന്ന് പൊള്ളിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ പപ്പടവും ഇതാ പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈ വെച്ചിട്ട് ഈ പപ്പടം ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പപ്പടം നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തു കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുകും ജീരകവും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നല്ല ബ്രൗൺ കളർ ആയതിനു ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങയും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പപ്പടവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയാൽ മതിയേ. നമ്മുടെ പപ്പടത്തോരൻ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ തോരന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ. Bye.